ഗൾഫിലേക്ക് കൊണ്ടുപോകാൻ അയൽവാസി ഏൽപ്പിച്ച അച്ചാർ കുപ്പിയിൽ MDMA. അയൽവാസി ഏൽപ്പിച്ച അച്ചാർ കുപ്പിയിൽ MDMA അല്ലേ? പൊന്നാരൻ്റെ സുഹൃത്തുക്കളെ, നിങ്ങൾ ആരെയും നമ്പരുത്. കാരണം നിങ്ങൾ പറയും നിങ്ങളുടെ സുഹൃത്തുക്കൾ ചങ്കാണ്, കരളാണ്, ലിവറാന്നൊക്കെ ഉള്ളത്. പക്ഷെ അവരൊന്നും നിങ്ങളുടെ സുഹൃത്തുക്കൾ ചങ്കുമല്ല, ലിവറല്ല, ഒരു മണ്ണാങ്കട്ടല്ല. സ്വന്തം ഉപ്പയും ബാപ്പയും അല്ലേ അച്ഛൻ, അമ്മ, സഹോദരങ്ങൾ, അവരാണ് നിങ്ങളുടെ ചങ്കുകൾ. നിങ്ങൾ എന്തൊരു വിഷയത്തിൽപ്പെട്ടാലും അവരാണ് നിങ്ങളെ ഓർത്ത് കരയാനുണ്ടാവുള്ളൂ. അവരാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും ചെയ്തിട്ട് നിങ്ങളെ രക്ഷപ്പെടുത്താൻ നോക്കുകയുള്ളൂ. അപ്പോൾ ഈ ഒരു വിഷയമായിട്ട് എനിക്ക് പറയാനുള്ളത് എന്താ വെച്ചാൽ, ഗൾഫിലേക്ക് പോകുന്ന സമയത്ത് നമ്മുടെ അയൽവാസികളായാലും സുഹൃത്തുക്കളായാലും ഒരു സാധനം നിങ്ങൾ കൊണ്ടുപോകാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അവർ കൊണ്ടുവന്നിട്ടുള്ള ആ പാക്ക് നിങ്ങളുടെ വീട്ടിൽ വെച്ചിട്ട് അഴിച്ചു നോക്കിയതിന് ശേഷം വേണം കൊണ്ടുപോകാൻ. അതല്ലാണ്ട് പെട്ടുപോകും. ഇപ്പോൾ നോക്കിയാൽ ഈ അയൽവാസി ഏൽപ്പിച്ച് ഈ അച്ചാർ കുപ്പി ഗൾഫിലേക്ക് അങ്ങ് എത്തിക്കഴിഞ്ഞാൽ അത് മേടിക്കാൻ അവിടെ ആൾ കാത്തിക്കുന്നുണ്ടാവും. അഥവാ അവനത് കൈപ്പറ്റുന്ന സമയത്ത് നിർഭാഗ്യവശാൽ അല്ലെങ്കിൽ ഇവൻ്റെ കാലക്കേടുകൊണ്ട് എയർപോർട്ടിൽ വെച്ച് പിടിക്കപ്പെട്ടാൽ ഈ പയ്യൻ എന്ത് ചെയ്തു? സൗദി ജയിലിലായില്ലേ? അപ്പോൾ അവിടെ പറഞ്ഞിട്ട് കാര്യമുണ്ടോ? ഇത് ഞങ്ങളുടെ അയൽവാസി ഏൽപ്പിച്ചിട്ടുള്ളതാണ്, അയൽവാസി മറ്റുള്ളവർക്ക് കൊടുക്കാൻ വേണ്ടി ഏൽപ്പിച്ചതെന്നും സൗദി പോലീസിനോടോ അവിടുത്തെ സർക്കാരിനോടോ പറഞ്ഞിട്ട് യാതൊരു കാര്യമില്ല. എന്തായാലും ആടി എണ്ണേണ്ട കേസായിരുന്നു. എന്തൊരു ഭാഗ്യം കൊണ്ട് അവർക്ക് സംശയമുള്ളതുകൊണ്ട് ആ കുപ്പി ഒന്ന് പൊട്ടിച്ച് നോക്കിയപ്പോൾ അതിൽ MDMA അല്ലേ? ആരെ വിശ്വസിക്കും? പിന്നെ ബാക്കിയോടെയും കാണിച്ചരേ. ഇതാ മീഡിയ വണ്ണിൽ വന്നിട്ടുള്ളതാണ്. 3 ആൾക്കാരെ പോസ്റ്റുണ്ട്. ആ പോസ്റ്റ് ഞാനിവിടെ വെക്കുന്നുണ്ട്. ഗൾഫിലേക്ക് കൊണ്ടുപോകാനായി അയൽവാസി ഏൽപ്പിച്ച അച്ചാർ കുപ്പിയിൽ MDMA, 3 പേർ അറസ്റ്റിൽ അല്ലേ? പൊന്നാരുടെ ചങ്ങന്മാരെ, എരപ്പാളിയാളെ, നിങ്ങൾ ഈ 3 ആൾക്കാർ കാരണം ഈ ചെക്കൻ്റെ ഭാവി ആകെ അവതാളത്തിലായിരുന്നു. ഒരു ഗൾഫിലേക്കൊക്കെ പോകുകയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ ജീവിത പ്രാരാബ്ദം കൊണ്ടാണ്. നമ്മുടെ ഇന്ത്യയിൽ, കേരളത്തിലായാലും എവിടെയായാലും ഒരു 19,000 റുപ്യ അല്ലെങ്കിൽ 14,000 റുപ്യ സാലറിക്ക് ജോലി ചെയ്യാൻ, ഒരു ജോലി കിട്ടിയിരുന്നെങ്കിൽ അത് ചെയ്യാൻ ഇവിടെയുള്ള കേരളീയനായാലും മറ്റ് ഇന്ത്യയിലുള്ള മറ്റ് സംസ്ഥാനക്കാരായാലും ഒക്കെ ബാധ്യസ്ഥരാണ്. അവരെ അത് ചെയ്യുകയും ചെയ്യും. പക്ഷേ അതൊന്നും ഇല്ലാത്തതുകൊണ്ട് കഷ്ടപ്പെടേണ്ട നായ്ക്കളെ ഗൾഫ് പോകുന്നത്. ആ കഷ്ടപ്പെടേണ്ട ഗൾഫ് പോയിട്ട് എന്തെങ്കിലും 10 പൈസ ഉണ്ടാക്കാൻ വേണ്ടി പോണ പയ്യൻസിന് നിങ്ങൾ കൊടുക്കല്ലേ? എന്താണ് നിങ്ങളെ അവസ്ഥ അല്ലേ? ഈ MDMA അതുപോലെ തന്നെ മറ്റ് ഗുളികകൾ, കൊക്കൈൻ, ഇതൊക്കെ കടത്തിക്കഴിഞ്ഞാൽ കയ്യാമം വെക്കുകയും ചെയ്യും. പിന്നെ ചാട്ടാവാറോട് കിട്ടുന്ന അടി വേറെ. എൻ്റെ ഒരു സുഹൃത്ത് അറിയാതെ അതേപോലെ തന്നെ ഒരു വിഷയത്തിൽപ്പെട്ടിരുന്നു ഗൾഫിൽ. അവനൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആഴ്ചയിൽ 4 ദിവസം ഈ മരുന്ന് കൊടുക്കാനായി ചാട്ടാവാറുണ്ട് പേരിട്ടതേനും. അതാണ് അവസ്ഥ. ഞാൻ കൂടുതൽ പറയില്ല. എന്തായാലും കൊടുത്തേക്കാൻ വിചാരിച്ച അയൽവാസികൾ നന്നു. വാങ്ങിച്ച ആ പയ്യൻ്റെ വീട്ടുകാർക്ക് ചെറുതായിട്ട് സംശയം തോന്നിയോണ്ട് അതൊന്ന് പൊളിച്ചു നോക്കിയോണ്ട് അതിൽ MDMA കണ്ടു. അത് ഒഴിവാക്കുകയും ചെയ്തു. ഭാഗ്യം, അല്ലാതെ എന്ത് പറയാല്ലേ? ഇങ്ങനത്തെ പണി ചെയ്യരുത്. എരപ്പന്മാരെ ചെയ്യാൻ പാടില്ല. ഓക്കെ.